ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. സന്തോഷാണ് പരദേശിയിൽ നിന്ന്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സീസൺ 7, അതായത് ബിഗ് ബോസിൻ്റെ സീസൺ 7-ലെ ചില റിവ്യൂകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ മാസം. ഇപ്പം 4-ാം തീയതിയുള്ള റിവ്യൂവിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇൻട്രഡക്ഷൻസ് ഓരോരുത്തരെ പറ്റിയുള്ളത്, ഇതിൻ്റെ ക്യാപ്റ്റൻസിയും പഴയ ബിഗ് ബോസിനെ അപേക്ഷിച്ച് ഇതിലേക്കുള്ള രീതികളും മാറ്റച്ചട്ടങ്ങളും ഒക്കെയാണ്. ഇതിൽ പുതിയ പുതിയ ആൾക്കാർ 10-20ഓളം ആൾക്കാർ വന്നിട്ടുണ്ട്. പല വെറൈറ്റി സ്വഭാവ ഗുണങ്ങളുള്ള പല വെറൈറ്റി ആൾക്കാരാണ്. ക്രിറ്റിസിസം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് പലരും. അതായത് കണ്ടസ്റ്റൻറ്റിന് തമ്മിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഇന്ന് നിങ്ങൾക്കറിയുന്ന പലരും ഇതിലുണ്ട്. അതിലേക്ക് വരാം. ക്യാപ്റ്റൻസിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം. ഒരു 8ഓളം പേര് ഇതിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിൽ. അതിൽ ഇപ്പോൾ വോട്ട് കിട്ടിയത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. പുള്ളി ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് നെഗറ്റീവ്സ് ആയിരുന്നു കൂടുതൽ. ബിഗ് ബോസ് ഇത് വെച്ച് കളിച്ച് റെഡിയാക്കിയതെടുത്താണ് പുതിയൊരു കോണ്ടസ്റ്റുമായി. അതായത് പുള്ളിയുടെ നെഗറ്റീവ്സ് കൂടുതൽ ആൾക്കാർ പുള്ളിയുടെ മുഖത്ത് ഈ ഷാമ്പു പോലെ നമ്മുടെ ഷേവിങ് ക്രീം ഉപയോഗിച്ചിട്ട് പുരട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. അത് പുരട്ടിയതിന് ശേഷം പുള്ളിക്ക് ഒരു 7ഓളം വോട്ട്, അതായത് നെഗറ്റീവ്സ് പറഞ്ഞ കമൻറ്റിൽ കിട്ടിയത്. രണ്ടാമത് രേണുവും ഇതൊക്കെ വരുന്നു. അപ്പോൾ അതിൽ പുള്ളി ക്യാപ്റ്റൻ ആവുകയും അതിനെ ചൊല്ലിയായിരുന്നു പിന്നുള്ളത്. ക്യാപ്റ്റനായി പുള്ളി വന്നു. അതൊരു കോൺടെസ്റ്റായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനകത്ത് നടന്നത് തലവേദനയെ ചൊല്ലിയായിരുന്നു. അതായത് തലവേദന എന്ന് പറയുമ്പോൾ ഇപ്പോൾ രേണുവിന് അതിയായ തലവേദന, ഓരോ സംസാരങ്ങൾ പറഞ്ഞ് രേണു ഇതിനകത്തൊരു സ്ലോയിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ രേണു വന്ന് കയറിയപ്പോഴേ എൻ്റെ സുധിയേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ കയറിയത്. തൊഴുത് ഭയങ്കര ബഹുമാനത്തോടുകൂടി കയറി വന്നു. എല്ലാവരും കരുതി ഇപ്പോൾ പെർഫോം ചെയ്തു തുടങ്ങുന്നു. പക്ഷേ പുള്ളിക്കാരി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി വന്ന് ഇത് സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് തലവേദന തുടങ്ങി. അതിയായ തലവേദന. അപ്പോൾ ഈ ക്യാപ്റ്റൻ മനസ്സിലാക്കുകയും, പിന്നെ ഷാനവാസിന് തലവേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് എനിക്ക് തോന്നിയില്ല പുള്ളിക്ക് തലവേദന ഉണ്ടോയെന്ന്. അത് അനീഷിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് അനീഷിന് മനസ്സിലായി. അനീഷിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അനീഷും ഷാനവാസും ഒക്കെ ആയിട്ട് സംസാരമായി. അപ്പോൾ അതിനെപ്പറ്റി വലിയ അബി ഇടപെട്ടു. അബി ചൂടനായിട്ടൊരു വ്യക്തിയാണ്. പുള്ളി അതിനെപ്പറ്റി എതിർത്തു സംസാരിച്ചു. അങ്ങനെ ഭയങ്കര കാകളമായിരുന്നു അതിനകത്ത്. ആ ഒരു ഇത് കഴിഞ്ഞ് ഈ രേണുവിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ബിഗ് ബോസിനോട് റെക്കമെൻഡ് ചെയ്തു. പുള്ളിക്ക് ടാബ്ലറ്റ്സ് എന്തെങ്കിലും കൊടുക്കണം. പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യ, തലവേദനയാണ്. പക്ഷേ അതേസമയം ഷാനവാസിന് വയ്യെന്ന് പറഞ്ഞു. ഷാനവാസിന് ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചെയ്തില്ല. അപ്പോൾ പുള്ളിയുടെ നടത്തിയ രീതികളൊക്കെ ഷാനവാസ് അവിടെ പ്രകടിപ്പിച്ചു. അങ്ങനെ അതൊരു രസമാക്കി. അതിനുശേഷം ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് പോയി. പിന്നെ അവിടെ ഈ കണ്ടസ്റ്റൻസിന് പുതിയൊരു രീതി അവിടെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടുണ്ട്. പണിപ്പുര തന്നെയാണ്. പണ്ട് നമുക്ക് ഇവരുടെ ഈ ബാഗും കാര്യങ്ങളൊക്കെ വന്നത് തന്നെ തലതിരിച്ചൊക്കെയാണ് വന്നത്. അതും ഒരു ഇതായിരുന്നു. ആദ്യം വന്നത് പല ബാഗുകൾ, പല രീതിയിലെ സാധനങ്ങളായിരുന്നു. അവരവരുടെ ബാഗ് കിട്ടിയിട്ടില്ല പലർക്കും. അതിലെന്തോ 3 പേർക്കും എന്തോ കിട്ടി. ബാക്കിയുള്ളവരത് ഹോൾഡ് ചെയ്ത് വെച്ചു. കാര്യം അതിൽ വിജയിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു വന്നു. അത് തന്നെ ഒരു വ്യത്യസ്തമായ തുടക്കത്തിലെ ഈ 100 ദിവസത്തിലുള്ള തുടക്കത്തിലുള്ള ഒരു അപ്രോച്ചായിരുന്നു. അത് നല്ലൊരു അറ്റംപ്റ്റായിരുന്നു ബിഗ് ബോസിനോട്. അത് പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസ് കാണിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു അറ്റംപ്റ്റായിരുന്നു. അതിനുശേഷം പിന്നെ അതിലും അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും കിട്ടിയ ഡ്രസ്സ് വെച്ചിട്ടാണ് അവർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതും അങ്ങനെയായി. പിന്നെ അത് മാറ്റിക്കൊടുത്തു. അത് ഓരോരുത്തർക്കും മാറ്റാനുള്ള സ്റ്റേജിലേക്ക് വന്നു. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും രീതികളെ പറ്റി പറയാനുണ്ട്. ഓരോ കണ്ടസ്റ്റൻറ്റും. ഇപ്പോൾ അനീഷാണെങ്കിലും പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. റിയാലിറ്റിയിൽ വെച്ച് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ചിലപ്പോൾ പിടിച്ചു നിന്ന് പോകാൻ പറ്റും. പുള്ളി കണ്ടസ്റ്റൻസുമായിട്ട് ഒരു ഉടക്കുണ്ടാകുന്ന രീതിയിലൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡുള്ള പുള്ളിയാണ്. പുള്ളി അങ്ങനെ വന്നു. പിന്നെ ഈ അപ്പാണി ശരത്തിൻ്റെതും പറയാനാണെങ്കിലുണ്ട്. പുള്ളിക്കാരൻ സ്ലോയിൽ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് പറയാൻ റിയാലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു. പിന്നെ അബി ഒരു ദേഷ്യക്കാരനാണ്. പലയിടത്ത് ഇടിച്ചു കയറി സംസാരിക്കും. അങ്ങനെ ഒരു കാഹളം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അക്ബർ എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു എൻ്റർടൈനറാണ്. പുള്ളി ഒരു പ്രത്യേക രീതിയിൽ ചെയ്തു പോകുന്നു. പിന്നെ ആര്യ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു സപ്പോർട്ടുണ്ട്. യങ് ഗൈയാണ്. പുള്ളി നല്ല കളി കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നല്ലതിലേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രേണുവിനെ പറ്റി പറയാനാണെങ്കിൽ സൂപ്പറായിട്ട്
കളിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷെ കളിയിലൊന്നും കാണുന്നില്ല. പക്ഷേ വളരെ സ്ലോയാണ്, അങ്ങനെ പോകുന്നു. പിന്നെ അനു പാവമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ കളിയുണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും. പിന്നെ ശാരിക പല സ്ഥലങ്ങളിലും റിയാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. വലുതായിട്ടൊന്നുമില്ലെങ്കിൽ ചെറിയ കളികളൊക്കെ ഉണ്ട്, അത്രേ തന്നെ. പിന്നെ ബിനി കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പുള്ളിക്കാരൻ, അത് വരുന്നതേ ഉള്ളൂ. പിന്നെ ശൈത്യ വെറുതെ ഇരുന്ന് 8ൻ്റെ പണി വാങ്ങിക്കൂട്ടാൻ നിൽക്കുന്നൊരു ആളാണ്. പിന്നെ രേണു നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ്, ഗെയിം വളരെ സ്ലോ ആണ് പുള്ളിക്കാരിയുടേത്. അത് അങ്ങനെ തന്നെ പോകുന്നത്. നല്ല കളിച്ച് കയറി വന്നില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ബിസേർ ടാസ്ക് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ഇതായി വരുന്നുണ്ട്, പക്ഷേ കുറച്ച് സ്ലോ ഉണ്ട്. പിന്നെ ഓനൽ കാര്യം വരുമ്പോഴെല്ലാം മിണ്ടാതിരിക്കുന്നതും ആണ് പുള്ളിയുടെ മെയിനത്, കളിയിലേക്ക് വരുന്നില്ല. പിന്നെ ചേട്ടനായി കളിക്കുന്ന രഞ്ജിത്ത് ചേട്ടനായിട്ട് തന്നെ പുള്ളി കളിക്കുന്നുണ്ട്, പക്ഷേ കളിയിലൊന്നും ഇവിടെ കാണുന്നില്ല. അത് അങ്ങനെ സ്ലോയിൽ പോകുന്നു. പുള്ളിയുടെ മുൻഷി എന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇവിടെ സൈലൻ്റാണ്. പുള്ളിയും കളിച്ചില്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിവിൻ ഇവിടെ എങ്ങും ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്, അവിടെയാണോ പുറത്താണോ എന്നറിയാത്ത രീതിയിൽ. പിന്നെ കലാഭവൻ ശൈല വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇതിലേക്ക് വന്ന് പുള്ളിക്കാരി നിൽക്കുകയാണ്, പക്ഷേ പുള്ളിയുടെ രീതിയും ഇവിടെയെങ്ങും ഒന്നുമില്ല, പിന്നെ എവിടെയെങ്കിലും ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിയും പോകുന്നത്. ഇവർ നന്നായിട്ട് കളിച്ചാൽ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഇതിലേക്ക് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് വളരെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ പുറത്താവും. ഇതാണ് ഈ ഒരു ചെറിയ റിവ്യൂ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരും ആഴ്ചകളിലും ദിവസങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം, കേൾക്കാം, കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു.